INX മീഡിയ ഇടപാടിൽ കാർത്തി ചിദംബരത്തിന് CBIയുടെ നോട്ടീസ്. പീറ്റർ മുഖർജിക്കും ഇന്ദ്രാണി മുഖർജിക്കും CBI നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി. മനു, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? പീറ്റർ മുഖർജിയുടെയും അതോടൊപ്പം ഇന്ദ്രാണി മുഖർജിയുടെയും ഉടമസ്ഥതയിലുണ്ടായിരുന്ന INX മീഡിയയിൽ നിന്ന് ചില നികുതി വെട്ടിപ്പിന് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് ഉടമസ്ഥതയുടെ ചില സാങ്കേതിക വശങ്ങൾ ഈ ഔദ്യോഗികമായി ഉപയോഗിച്ച് കാർത്തിക് ചിദംബരവും അതോടൊപ്പം P ചിദംബരത്തിന്റെ അനുമതിയോടുകൂടി ചില നികുതി വെട്ടിപ്പിന് കോഴ വാങ്ങിയിരുന്നു എന്നാണ് CBI കണ്ടെത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ P ചിദംബരത്തിന്റെയും അതോടൊപ്പം ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരത്തിന്റെ ചില ഓഫീസുകളിലും CBI റെയ്ഡ് നടത്തുകയും ചെയ്തത്. ഇതിനിടയിൽ ലണ്ടനിലേക്ക് കാർത്തിക് ചിദംബരം പോവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് എത്രയും വേഗം CBI മുമ്പാകെ ഹാജരാകലിന് വിധേയമാകണമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CBI ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതുകൂടാതെ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഇന്ന് കേന്ദ്ര ക്യാബിനറ്റ് കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രാലയം കേന്ദ്ര ക്യാബിനറ്റ് മുമ്പാകെ ഈ ഒരു നിർദ്ദേശം വയ്ക്കുകയും ഇതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ധനമന്ത്രാലയത്തിന്റെ തന്നെ വലിയ ഒരു അഴിമതിക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു ബോർഡാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡെന്നും അതിനാൽ തന്നെ ഇത് പിരിച്ചുവിടാനുള്ള തീരുമാനം ധനമന്ത്രാലയം കൈക്കൊള്ളുന്നു എന്നുമാണ് കേന്ദ്ര ക്യാബിനറ്റ് മുമ്പാകെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചത്. അജിംഷ്. ശരി മനു, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. വിഴിഞ്ഞം തുറമുഖ കരാറുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന C&AG റിപ്പോർട്ട് അതീവ ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റിപ്പോർട്ട് ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ TV രാജേഷ് MLA ചോദ്യത്തിന് മറുപടിയായി സഭയെ അറിയിച്ചു. വിഴിഞ്ഞം കാര്യത്തെക്കുറിച്ച് C&AG സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് അതീവ ഗൗരവമായ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് ഗൗരവമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്. വിഴിഞ്ഞം പദ്ധതിയിൽ മുൻ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന CAGയെ വിമർശിച്ച് ഉമ്മൻചാണ്ടി. CAGക്ക് നോട്ടപ്പിശകുണ്ടായി. CAG റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ മറുപടി പറയാനാകില്ല എന്നാണ് ഉമ്മൻചാണ്ടി പ്രതികരിച്ചത്. വിഴിഞ്ഞം കരാറിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കപ്പെട്ടില്ലെന്ന CAGയുടെ കണ്ടെത്തലുകളെ CAGയെ തന്നെ വിമർശിച്ച് പ്രതിരോധിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. CAGക്ക് നോട്ടപ്പിശക് പറ്റിയെന്ന് വിമർശനം. കൊളച്ചൽ എസ്റ്റിമേറ്റ് പോലും ആയിട്ടില്ല, ഒന്നും ആയിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. പിന്നെ ഏതോ ഒരു പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് യാതൊരു സ്ഥാനവുമില്ല. അതും ഒരു നോട്ടപ്പെശകായിട്ട് AGയുടെ നോട്ടപ്പെശകായിട്ട് വന്നിരിക്കുന്നതാണ്. അതിനും ഒരു സ്ഥാനവുമില്ല. അവിടെ പോർട്ട് കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CAGയുടെ വീഴ്ച രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷെ പലതിനകത്തും അവര് തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളത് അറിയത്തില്ല. 30 വർഷമായി നിശ്ചയിച്ചിട്ടുള്ള നിർമ്മാണ നടത്തിപ്പ് കാലാവധി 40 വർഷത്തേക്ക് നീട്ടി നൽകിയത് കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ വ്യവസ്ഥ പ്രകാരമാണെന്ന് വിശദീകരണം. തദ്ദേശീയമായി വാങ്ങാവുന്ന പാറയ്ക്ക് US ഡോളറിനെ അധികരിച്ച് നിരക്ക് കാണിച്ചെന്ന CAGയുടെ വിമർശനത്തിന് കൃത്യമായ മറുപടിയില്ല. വിഴിഞ്ഞം കരാറിനെതിരായ CAGയുടെ റിപ്പോർട്ട് ഗൗരവമായി പരിശോധിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ബാർക്കോഴ കേസിൽ മാണിക്കെതിരെ തെളിവുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. തുടരന്വേഷണം പുരോഗമിക്കുകയാണ്. ഫോൺ സംഭാഷണങ്ങളുടെ ഫോറൻസിക് പരിശോധന പുരോഗമിക്കുകയാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് 3 ആഴ്ചകൾക്ക് ശേഷം പരിഗണിക്കും. ബാർക്കോഴയിൽ തുടരന്വേഷണത്തിനുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള KM മാണിയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. മാണി കോഴ വാങ്ങിയതിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ ഹൈക്കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി. കോഴ കൈപ്പറ്റിയതിനും ചെലവാക്കിയതിനും തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണം. മാണി ഇടനിലക്കാരൻ വഴിയോ ബാങ്ക് വഴിയോ പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ മാണി നേരിട്ട് പണം വാങ്ങിയത് കണ്ടതായി സാക്ഷികളില്ല. കൂടുതൽ തെളിവ് നൽകാൻ തയ്യാറായി എത്തിയ ബാർ ഹോട്ടൽ അസോസിയേഷൻ നേതാക്കൾ ആദ്യം മൊഴിയെടുത്തപ്പോൾ ഇക്കാര്യം പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. ഇവർ പുതുതായി മൊഴി നൽകാനുള്ള സാഹചര്യം പരിശോധിച്ചോ? ബാർ ഉടമകളുടെ സംഭാഷണമടങ്ങുന്ന CD-യിൽ പുതിയ എന്ത് തെളിവാണുള്ളതെന്നും കോടതി ആരാഞ്ഞു. പുതുതായി എന്ത് തെളിവാണ് വിജിലൻസ് കാക്കുന്നത് എന്നും കോടതി ചോദിച്ചു. ഇപ്പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയാൽ തുടരന്വേഷണം അനുവദിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഇതിനിടെ മാണിക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു.
തുടരന്വേഷണം പുരോഗമിക്കുകയാണ്. ഫോൺ സംഭാഷണത്തിന്റെ ഫോറൻസിക് പരിശോധന നടന്നുവരികയാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. 2 പേർ പുതിയ തെളിവുകളുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നും തുടരന്വേഷണത്തിൽ അവ നിർണായകമാണെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് 3 ആഴ്ച സാവകാശം ചോദിച്ചു. ഇത് അംഗീകരിച്ച കോടതി കേസ് 3 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സർക്കാർ ഓഫീസുകളിൽ ജനങ്ങൾ വരുന്നത് ഔദാര്യം നേടാൻ വേണ്ടിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ സേവനം അവകാശത്തിൽപ്പെട്ടതാണ് എന്ന ബോധ്യം എല്ലാവർക്കും വേണം. ഓഫീസുകൾ ജനസൗഹൃദവും സുതാര്യവുമാകണം. സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതി വിമുക്തരാകണം. ഇതാണ് സർക്കാർ ആവശ്യപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് രജിസ്ട്രേഷൻ വകുപ്പ് നടപ്പാക്കുന്ന ആധാര രജിസ്ട്രേഷൻ സ്റ്റാമ്പിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. എയിംസ് മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ശിരോവസ്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ നടപടി ഹൈക്കോടതി നീക്കി. ശിരോവസ്ത്ര വിലക്ക് ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജികളിലാണ് കോടതിയുടെ വാക്കാൽ ഉത്തരവ്. വിദ്യാർത്ഥികൾ 1 മണിക്കൂർ മുമ്പ് പരീക്ഷാ ഹാളിൽ എത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ശിരോവസ്ത്രം ധരിക്കുന്നത് വിലക്കിയതിനെതിരെ വിദ്യാർത്ഥി സംഘടനകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിധി നാളെ പുറപ്പെടുവിക്കും. കൊച്ചിയിലെ ഡേ കെയറുകളുടെ പ്രവർത്തനം സംബന്ധിച്ച അന്വേഷണം പോലീസ് ആരംഭിച്ചു. പാലാരിവട്ടത്തെ ഡേ കെയറിൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അന്വേഷണം. ഡേ കെയറുകളുടെ നടത്തിപ്പ്, കുട്ടികളുടെ എണ്ണം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് പരിശോധിക്കുന്നത്. ഡേ കെയറുകൾക്ക് ലൈസൻസ് നിർബന്ധമാക്കുമെന്ന് കൊച്ചി മേയർ സൗമിനി ജെയിൻ അറിയിച്ചു. എറണാകുളം റേഞ്ച് IG പി വിജയനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം സ്പെഷ്യൽ ബ്രാഞ്ചിന് നൽകിയത്. ഡേ കെയറുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് വിവരശേഖരണം നടത്താനാണ് നിർദ്ദേശം. ഓരോ ഡേ കെയറിലും പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടികളുടെ എണ്ണം, നടത്തിപ്പുകാരെ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയാണ് ശേഖരിക്കേണ്ടത്. ഡേ കെയറുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ശുചിത്വം, ജീവനക്കാരുടെ എണ്ണം, അവരുടെ വിലാസം, ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിൽ അക്കാര്യം എന്നിവ വിശദമായി പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്തുള്ള ഡേ കെയറിൽ 1.5 വയസ്സുള്ള കുട്ടിയെ നടത്തിപ്പുകാരി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് IG പോലീസിന് നിർദ്ദേശം നൽകിയത്. വിശദമായ റിപ്പോർട്ട് റേഞ്ച് IGക്ക് ഉടൻ സമർപ്പിക്കണം. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ഒട്ടനവധി ഡേ കെയർ സെന്ററുകൾ അടുത്തിടെ ഉയർന്നു വന്നിരുന്നു. ഇവയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന പരാതിയും വ്യാപകമായിരുന്നു. കുഞ്ഞുങ്ങളോട് ക്രൂരമായാണ് നടത്തിപ്പുകാർ പെരുമാറുന്നതെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി. ഈ സാഹചര്യത്തിലാണ് വിശദമായ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൃഷി വകുപ്പിൽ 2 IAS ഉദ്യോഗസ്ഥർക്കിടയിൽ തർക്കമുണ്ട്. എന്നാൽ അത് ഭരണത്തെ ബാധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷിവകുപ്പിൽ 2 മുതിർന്ന IAS ഉദ്യോഗസ്ഥർ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നത വകുപ്പിന്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃഷിവകുപ്പിലെ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ തർക്കമുണ്ട്. എന്നാൽ ഒരു തരത്തിലെ അഭിപ്രായ ഭിന്നതയും തർക്കവും ഭരണത്തെ ബാധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒപ്പം IAS ഉദ്യോഗസ്ഥർക്കിടയിൽ അസംതൃപ്തിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായും മുഖ്യമന്ത്രി ആരോപിച്ചു. ഇപ്പോൾ കൃഷിവകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ആ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി തന്നെ ഇടപെട്ട് കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. അതിൽ കൃഷിവകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും വിശദീകരണം തേടുമെന്നും ഈ വിഷയം സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്തതാണെന്നും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ഇതിനകം തന്നെ വിശദീകരിച്ചിട്ടുള്ളതുമാണ്. തർക്കങ്ങൾ വകുപ്പിന്റെ ഒരു പ്രവർത്തനത്തെയും ബാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി VS സുനിൽകുമാർ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അറിയിച്ചു. അതിനിടയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ VD സതീശൻ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. എന്നാൽ ഇത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. സ്പീക്കറെ ഭീഷണിപ്പെടുത്തുന്ന പ്രതിപക്ഷ നിലപാട് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സഭയുടെ അന്തസ്സിനെ എന്നും പരിപാലിച്ചിട്ടുള്ളവരാണ് തങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. ഭരണരംഗത്ത് എന്ത് സംഭവിക്കുന്നു എന്ന ആത്മപരിശോധന നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സഭാ നേതാവെന്നുള്ള നിലയിൽ ഭരണകക്ഷിയിൽ നിന്ന് ആളുകൾ ബഹളമുണ്ടാക്കുമ്പോൾ ഒരിക്കൽ പോലും നിയന്ത്രിച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങ് അവരെ നിയന്ത്രിക്കണം, എന്നാലേ സഭ സുഗമമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പ്രത്യേക കമ്പനിയുടെ പെയിന്റ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു.
സർക്കാർ സേവനങ്ങൾക്ക് ഏകീകൃത മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനം ജൂൺ മാസത്തിൽ യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTC ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന സുശീൽ ഖന്ന റിപ്പോർട്ടിലെ ശുപാർശ തൊഴിലാളി സംഘടനകളെ അറിയിച്ചതായി ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിയും സഭയെ രേഖാമൂലം അറിയിച്ചു. സംസ്ഥാനത്ത് 3109 എയ്ഡഡ് സ്കൂളുകളിൽ മതിയായ വിദ്യാർത്ഥികളില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും ചോദ്യോത്തരവേളയിൽ സഭയെ അറിയിച്ചു. KSRTCയിലെ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് സുശീൽ ഖന്ന റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട്. പെൻഷൻ പ്രായം 58ആയി നിശ്ചയിക്കുന്നത് തൊഴിലാളി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി AP അനിൽകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളായുള്ള കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇവരുടെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 71 ക്രിമിനൽ കേസുകൾ പിൻവലിച്ചു. പ്രസ്തുത കേസുകളിൽ 929 പ്രതികളാണുള്ളത്. സർക്കാർ സ്വത്തുക്കൾ നശിപ്പിച്ച 7 കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. ഇക്കാര്യവും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് 3109 എയ്ഡഡ് സ്കൂളുകളിൽ മതിയായ വിദ്യാർത്ഥികളില്ല. ഇതിൽ 2447 സ്കൂളുകൾ LP വിഭാഗത്തിലും 91 HS-ലും 571 UP-യിലും ഉൾപ്പെടുന്നു. ഇത്തരം വിദ്യാലയങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യം തൽക്കാലം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഒരു പ്രത്യേക കമ്പനിയുടെ പെയിന്റ് ഉപയോഗിച്ച് പെയിന്റ് അടിക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല. നിറങ്ങൾ തിരിച്ചറിയുന്നതിന് സഹായകമാകുന്ന വിധത്തിൽ ഒരു കമ്പനിയുടെ പേരും കോഡുമാണ് എക്സിക്യൂട്ടീവ് ഡയറക്റ്റീവിൽ സൂചിപ്പിച്ചിരുന്നതെന്നും BD സതീശന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ADGP ഹെഡ്ക്വാർട്ടേഴ്സ്, കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD, DIG അഡ്മിനിസ്ട്രേഷൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് ഏകീകൃത നിറം ശുപാർശ ചെയ്തതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഇതിനകം 43 പോലീസ് സ്റ്റേഷനുകളിൽ വ്യത്യസ്ത കമ്പനികളുടെ ഒരേ നിറമുള്ള പെയിന്റ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പോലീസ് സേന വ്യക്തിരാഷ്ട്രീയ താൽപര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് മറുപടിയായി സഭയെ അറിയിച്ചു. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനു. സംസ്ഥാന സർക്കാരിന്റെ ഒരു വർഷം സന്തോഷകരമെന്ന് മലങ്കര സഭ. അനേകം നല്ല കാര്യങ്ങൾ ചെയ്ത മുഖ്യമന്ത്രിക്ക് അഭിനന്ദനമെന്നും മലങ്കര സഭ. സർക്കാരിന്റെ ഒരു വർഷം തികയുന്നു, അത് സന്തോഷകരമാണ്. എന്നാൽ സർക്കാരിനോട് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ പ്രതികരിക്കാനായിട്ട് ഇപ്പോൾ സഭയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. പിണറായി വിജയൻ സർക്കാരിന് കമലഹാസന്റെ ആശംസ. പിണറായി വിജയൻ സർക്കാരിന്റെ സദ്ഭരണത്തിന്റെ ഒരു വർഷം ആഘോഷിക്കാൻ കേരളത്തിലെ ജനങ്ങളോടൊപ്പം താനുമുണ്ടെന്ന് വിഖ്യാത നടൻ കമലഹാസൻ. ഇനിയും ഒരുപാട് മേഖലകളിൽ അയൽ സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. മുഖ്യമന്ത്രിക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിലാണ് കമലഹാസൻ ആശംസ അറിയിച്ചത്. റബ്ബർ കർഷകർക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിൽ ദേശീയ നയം രൂപീകരിക്കണമെന്നും റബ്ബറിന്റെ ന്യായവില ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം. കൃഷിമന്ത്രി VS സുനിൽകുമാറാണ് പ്രമേയം അവതരിപ്പിച്ചത്. റബ്ബർ ബോർഡിനെ തകർക്കുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കരുതെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഏകകണ്ഠേനയാണ് പാസാക്കിയത്. DGP ജേക്കബ് തോമസിന്റെ പുസ്തകരചന സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ അന്വേഷിക്കുന്നു. സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി KC ജോസഫ് MLA മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. പുസ്തകത്തിന് അനുമതി നൽകണമോ എന്നത് സംബന്ധിച്ചും പരിശോധന നടത്തും. അഞ്ചേരി ബേബി വധം MM മണിക്കെതിരായ നടപടികൾ തൊടുപുഴ സെഷൻസ് കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതിയാണ് നടപടികൾ സ്റ്റേ ചെയ്തത്. മണിക്കെതിരെയുള്ള ഗൂഢാലോചന കേസിലെ നടപടികളാണ് സ്റ്റേ ചെയ്തത്. അഞ്ചേരി ബേബി വധവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് MM മണി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. കേസുമായി ബന്ധപ്പെട്ട് തൊടുപുഴ സെഷൻസ് കോടതിയിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അഞ്ചേരി ബേബി വധത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിൽ MM മണിക്ക് പങ്കുണ്ടെന്നുമായിരുന്നു മുൻ സർക്കാരിന്റെ കാലത്ത് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ തനിക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്ന് MM മണി ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. MM മണിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് പ്രോസിക്യൂഷനും കോടതിയിൽ വ്യക്തമാക്കി. ഇതിനെ തുടർന്നാണ് തൊടുപുഴ സെഷൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. മണക്കാട് പ്രസംഗത്തെ തുടർന്നാണ് അഞ്ചേരി ബേബി വധക്കേസിൽ MM മണിയെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കേസിൽ ഹൈക്കോടതി പിന്നീട് വിശദമായ വാദം കേൾക്കും. മണക്കാട് പ്രസംഗത്തിനെതിരെ പോലീസ് എടുത്ത കേസിൽ തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതി MM മണിയെ കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. RSPയുടെ പരിപാടിയിൽ നിന്നും ബിന്ദു കൃഷ്ണ ഇറങ്ങിപ്പോയി. NK പ്രേമചന്ദ്രന്റെ ഏകദിന ഉപവാസ പരിപാടിയിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോക്ക് ഇരിപ്പിടം കിട്ടാത്തതിനാൽ.
കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ മറുപടി ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി CK വിനീത്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വിനീത്. കേന്ദ്രം ഇടപെട്ടിട്ട് ഇപ്പം തിരിച്ചെടുക്കലോ എന്താണെന്ന് ചോദിച്ചാൽ അത് നടന്നില്ല എങ്കിൽ വേറെ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെയ്യാമെന്നാണ് സഖാവ് പറഞ്ഞത്. എന്നോട് പറഞ്ഞത് അവർ ഇടപെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പം മന്ത്രിയെ വിളിച്ചപ്പോൾ മന്ത്രി ഇടപെടാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞതെന്നാണ് എൻ്റെ അറിവ്. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണുവിന്റെ മരണത്തിൽ നീതി തേടി അച്ഛൻ അശോകൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. മകന്റെ മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിടാൻ ശുപാർശ ചെയ്യണമെന്നും അശോകൻ ആവശ്യപ്പെട്ടു. കേസ് അട്ടിമറിക്കാൻ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ജിഷ്ണുവിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭവാനിപ്പുഴയ്ക്ക് കുറുകെ തടയണ കെട്ടുന്നതിൽ നിന്ന് കേരളത്തെ തടയണമെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അച്ചൻകോവിൽ, പമ്പ നദികളിലെ അധിക ജലം തമിഴ്നാടിന് നൽകണമെന്നും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എടപ്പാടി കെ പളനിസ്വാമി ആവശ്യപ്പെട്ടു. വാർത്തകളിലേക്ക്. മുംബൈക്കടുത്ത് വസായി സ്റ്റേഷനിൽ മാതാപിതാക്കളും സഹോദരിയും നോക്കി നിൽക്കെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ട്രെയിനിനടിയിൽപ്പെട്ട് മരിച്ചു. ധനലക്ഷ്മി ബാങ്ക് വിരാർ ബ്രാഞ്ച് മാനേജറായ തൃശൂർ സ്വദേശി താളത്താനം വീട്ടിൽ സൈജു ആന്റണിയുടെ മകൻ അഗസ്റ്റിൻ സൈജുവാണ് മരിച്ചത്. നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ വസായി സ്റ്റേഷനിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിൻ അടിയിലൂടെ ലഗേജുമായി ട്രാക്ക് മുറിച്ചു കടക്കവെയായിരുന്നു അപകടം. മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ സൈജു ആന്റണിക്കും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കില്ലർ ഗെയിം ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ചുള്ള അന്വേഷണത്തിനൊരുങ്ങി ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഗെയിം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതിനു ശേഷം ആത്മഹത്യ ചെയ്തത് 150ഓളം കുട്ടികളാണത്രേ. 50 ദിവസം നീളുന്ന കഠിന പ്രവൃത്തികൾക്ക് ശേഷം ഗെയിം കളിക്കുന്നവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ബ്ലൂ വെയിൽ ഗെയിമിനെതിരെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ബ്ലൂ വെയിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ അംഗങ്ങളായിരിക്കുന്ന കുട്ടികളാണ് ഈ ഗെയിമിന്റെ ഇരകൾ. ലളിതമായ സാഹസിക പ്രവൃത്തികൾ ചെയ്യിച്ച ശേഷം അതികഠിനമായ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യിക്കുന്നതാണ് ഈ ഗെയിമിന്റെ രീതികൾ. സ്വയം മുറിവേൽപ്പിക്കൽ, ഹൊറർ സിനിമകൾ കാണൽ, അസമയത്ത് ഉണരൽ തുടങ്ങിയവ കുട്ടികളെ കൊണ്ട് ഘട്ടം ഘട്ടമായി ചെയ്യിക്കും. 50 ദിവസമാകുമ്പോഴേക്കും പ്രത്യേക മാനസികാവസ്ഥയിലെത്തുന്ന കുട്ടികളെ ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആത്മഹത്യയിലേക്ക് ക്ഷണിക്കും. ബ്ലൂ വെയിൽ ഗെയിം കളിച്ച് റഷ്യയിലെ 130 കുട്ടികളാണ് ഒരു വർഷക്കാലത്തിനിടെ ആത്മഹത്യ ചെയ്തത്. ഒരേ ഗ്രൂപ്പിൽപ്പെട്ടവരും ഒരേ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരുമാണ് ആത്മഹത്യ ചെയ്തവരെല്ലാം. ഇംഗ്ലണ്ടിലും നിരവധി കുട്ടികൾ ഈ ഗെയിമിന് അടിമപ്പെട്ടുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ബ്രിട്ടനിൽ വീണ്ടും ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മാഞ്ചസ്റ്റർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ആക്രമണം നടത്തിയെന്ന് കരുതുന്ന ചാവേറിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലിബിയൻ വംശജനായ 22-കാരൻ സൽമാൻ അബേദിയാണ് ഭീകരാക്രമണം നടത്തിയത്. രാജ്യം വൻ ഭീകരാക്രമണ ഭീഷണി നേരിടുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ പറഞ്ഞു. മാഞ്ചസ്റ്റർ സ്ഫോടനത്തിനു പിന്നാലെ രാജ്യത്ത് വലിയ ഭീകരാക്രമണ സാധ്യതയെന്ന് ബ്രിട്ടൻ ഭരണകൂടം. ബ്രിട്ടന്റെ ചരിത്രത്തിൽ തന്നെ ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ഭരണകൂടം രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. എല്ലാ തന്ത്രപ്രധാന ഇടങ്ങളിൽ നിന്നും പോലീസിനെ പിൻവലിച്ച് സൈന്യത്തെ നിയോഗിച്ചു. സംഗീത പരിപാടികൾക്കും കായിക മത്സരങ്ങൾക്കും ഉൾപ്പെടെ സുരക്ഷയൊരുക്കാൻ സൈന്യത്തെ ചുമതലപ്പെടുത്താനും തീരുമാനമായി. ഭീകരാക്രമണത്തിനു ശേഷം തെരേസ മേയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ യോഗമാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. തിരിച്ചറിയപ്പെട്ട ചാവേർ സൽമാൻ ആബേദി വലിയ ശൃംഖലയിലെ കണ്ണിയാണെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങൾ നല്ല ജാഗ്രത പുലർത്തണമെന്നും ബ്രിട്ടൻ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2007 ജൂണിലാണ് ബ്രിട്ടനിൽ ഇതുപോലെ സൈന്യത്തെ നിയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്.